നമസ്കാരം. ഏവർക്കും ഈ ആഴ്ചയിലേക്കുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 12, 2025 ഞായർ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായും Q2 ഏർണിങ്സ്, ഇൻഫ്ലേഷൻ ഡേറ്റ, ചൈനയുടെ മുകളിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും വന്ന അഡീഷണൽ 100% താരിഫ് തുടങ്ങി ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതിനു മുൻപേ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് വേഗത്തിലൊന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാം. തുടർച്ചയായി ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലും നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. Q2 ബിസിനസ് അപ്ഡേറ്റ് മാത്രമല്ല, ഇന്ത്യ-US ട്രേഡ് നെഗോസിയേഷന്റെ മുകളിൽ വന്ന പ്രതീക്ഷയുടെ വർധനവിനെ തുടർന്നും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന് വലിയ കുതിച്ചുചാട്ടം തന്നെ നടത്തുവാൻ സാധിക്കുകയുണ്ടായി. തൽഫലമായി സെൻസെക്സിനും നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കൊക്കെ 1.5% നേട്ടവും കൈവരിക്കുവാനായി. മാത്രമല്ല, തുടർച്ചയായി 12 ആഴ്ചയായിട്ട് സെല്ലിങ്ങിൽ തുടർന്നുകൊണ്ടിരുന്ന വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ ആഴ്ചയിൽ 5 ട്രേഡിംഗ് സെക്ഷനിൽ തിങ്കളാഴ്ചത്തെ ഒരു ട്രേഡിംഗ് സെക്ഷൻ ഒഴികെ ബാക്കി 4 ട്രേഡിംഗ് സെക്ഷനിലും ബൈയിങ്ങും നടത്തിയത് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും ശക്തമായ 10 സ്റ്റോക്കുകളുടെ നേട്ടത്തിന്റെ ഫലമായിട്ട് 1,94,148 കോടി രൂപയുടെ നേട്ടവും ഇന്ത്യൻ മാർക്കറ്റിന് കൈവരിക്കുവാൻ സാധിച്ചു. ഈ ആഴ്ച നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US-ൽ നിന്നും US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ചൈനയ്ക്കെതിരെ 100% അഡീഷണൽ താരിഫ് പ്രഖ്യാപിക്കുകയുണ്ടായി. നവംബർ 1 തീയതി മുതൽ പുതിയ താരിഫ് നിലവിൽ വരും. ഇതോടുകൂടി ചൈനയിൽ നിന്നും US-ലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന നികുതി 130% വർദ്ധിപ്പിക്കുകയുണ്ടായി. ഈ ഒരു നടപടിക്ക് US പ്രസിഡന്റിനെ പ്രധാനമായും പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ചൈനയുടെ ഭാഗത്ത് നിന്നും US-ലേക്കുള്ള റെയർ എർത്തിന്റെ സപ്ലൈ കട്ട് ചെയ്യുകയുണ്ടായി. സോ ഈ ഒരു പ്രകോപനം തന്നെയാണ് അമേരിക്കയെ ചൊടിപ്പിക്കുകയുണ്ടായത്. മാത്രമല്ല, അതിനെ തുടർന്ന് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US-ൽ S&P 500-ഉം നാസ്ഡാക്ക് ഒക്കെ വലിയ ഇടിവ് നേരിടുകയുണ്ടായി. മാത്രമല്ല, ഡോ ജോൺസ് ഫ്യൂച്ചർ 2% ഇടിവ് രേഖപ്പെടുത്തി. നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റി ആകെ 197 പോയിന്റുകളുടെ ഇടിവ് മാത്രമേ രേഖപ്പെടുത്തുകയുണ്ടായുള്ളൂ. എങ്കിലും നാളത്തെ നമ്മുടെ മാർക്കറ്റിന്റെ ഓപ്പണിങ്ങും തുടർന്നുള്ള ആക്ഷൻസ് ഒക്കെ കണ്ടു തന്നെ അറിയണം. ഇന്ത്യയുടെ മുകളിൽ ഇനി US-ന്റെ ഭാഗത്ത് നിന്നും പുതിയ താരിഫുകളൊന്നും അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും കാരണത്താൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ചൈനയുടെ മുകളിൽ നിലവിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായ അഡീഷണൽ താരിഫിന്റെ പ്രഖ്യാപനം ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറും. കാരണം US-നെ സംബന്ധിച്ചിടത്തോളം ചൈന കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ ഓൾട്ടർനേറ്റീവ് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ. എങ്കിലും നാളെയും തുടർന്ന് വരാൻ പോകുന്ന ട്രേഡിംഗ് സെക്ഷനിലും ഈ ഒരു നടപടിയുടെ ക്വിക്ക് ആക്ഷൻസ് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ മാർക്കറ്റിൽ ജാഗ്രതയും പുലർത്തണം. രണ്ടാമതായി നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം Q2 ഏർണിങ്സ് തന്നെയാണ്. പ്രധാനപ്പെട്ട കമ്പനികളായ HCL ടെക്നോളജീസ്, വിപ്രോ, മേജർ ബാങ്കുകളായ ആക്സിസ് ബാങ്ക്, ICIC ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ കമ്പനികളുടെ Q2 ഏർണിങ്സ് ഈ ആഴ്ചയാണ് പ്രസിദ്ധീകരിക്കാനിരിക്കുന്നത്. അതുകൂടാതെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ റിസൾട്ടും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ വെള്ളിയാഴ്ചയോടുകൂടി നടക്കാനിരിക്കുന്നു, ദീപാവലിക്ക് തൊട്ട് മുന്നേ. സോ ഈ ആഴ്ചയിൽ ഈ പ്രധാനപ്പെട്ട കമ്പനികളുടെ ഭാഗത്ത് നിന്നും റിലീസ് ചെയ്യാൻ പോകുന്ന Q2 ഏർണിങ്സ് തന്നെയാണ് ഡൊമസ്റ്റിക്കലി നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. പല പ്രധാനപ്പെട്ട കമ്പനികളും Q2 ബിസിനസ് അപ്ഡേറ്റ് പോസിറ്റീവായിട്ട് തന്നെയാണ് പുറത്തുവിടുകയുണ്ടായത്. സോ ആ പോസിറ്റീവ്നെസ് ആക്ച്വൽ Q2 ഏർണിങ്സ് റിസൾട്ടിൽ പ്രതിഫലിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. Q2 റിസൾട്ടുകൾ പോസിറ്റീവായിട്ട് മാറുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ വീണ്ടും മുന്നോട്ട് നയിച്ചേക്കാം. മൂന്നാമതായിട്ട് ഇൻഫ്ലേഷൻ ഡേറ്റയാണ് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന അടുത്ത ഘടകം. നാളെ 13 തീയതി തിങ്കളാഴ്ച ഇന്ത്യയിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ചൊവ്വാഴ്ച 14 തീയതി ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റയും റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ വരാൻ പോകുന്ന 2 ഡേറ്റകളും നിലവിലെ ഇന്ത്യയുടെ സാമ്പത്തിക ആരോഗ്യത്തിന്റെ സൂചനകൾ ആയതുകൊണ്ട് തന്നെ ഈ 2 ഡേറ്റകൾക്കും നമ്മുടെ മാർക്കറ്റ് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഈ 2 ഡേറ്റകളും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായ പ്രകാരം സെപ്റ്റംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ 2% ഇടിവ് രേഖപ്പെടുത്തിയേക്കാമെന്നാണ്. കാരണം GST റിഡക്ഷൻസ് വന്നതോടുകൂടി വെജിറ്റബിൾസിന്റെ വിലയിലുണ്ടായ ഇടിവ് തന്നെയാണ് ഈ 2% ഇടിവ് പ്രതീക്ഷിക്കാനുണ്ടാകുന്ന
കാരണവും. അടുത്തതായിട്ട് ഗ്ലോബൽ ക്യൂസ് ആണ് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. കാരണം നാളെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ മിഡിൽ ഈസ്റ്റില് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള സമാധാന നടപടികളുടെയും ബന്ദികളുടെ കൈമാറ്റവും ഒക്കെ നടക്കാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിനമാണ്. മാത്രമല്ല അതുകൂടാതെ US ഡോളറും US ബോണ്ട് ഈൽഡും നിലവിൽ കൂൾ ഓഫ് ആകുന്നതും അത് ഇന്ത്യ പോലുള്ള എമർജിംഗ് മാർക്കറ്റുകൾക്ക് ഗുണകരമായതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ആഴ്ച US ഡോളറിലും ബോണ്ടിലും നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കൂളിംഗ് തുടരുമോ ഇല്ലെങ്കിൽ ഹീറ്റപ്പ് ആവുകയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ തന്നെയാണ്. ചൊവ്വാഴ്ച 14-ാം തീയതി വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 11:30 ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ സ്പീച്ച് നടക്കാനിരിക്കുന്നു. അതുകൂടാതെ 15-ാം തീയതി നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US-ൽ നിന്നും 6 മണിയോടുകൂടി സെപ്റ്റംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റകൾ റിലീസ് ചെയ്യാനിരിക്കുന്നു. അതുകൂടാതെ വ്യാഴാഴ്ച US-ൽ നിന്നും സെപ്റ്റംബർ മാസത്തെ PPI ഇൻഫ്ലേഷൻ ഡാറ്റ, റീറ്റെയിൽ സെയിൽസ് ഡാറ്റ തുടങ്ങി, മാത്രമല്ല വെള്ളിയാഴ്ച ബിൽഡിംഗ് പെർമിറ്റ്സ്, ഹൗസിംഗ് സ്റ്റാർട്ട്സ് തുടങ്ങി ഈ ആഴ്ചയിൽ US-ൽ നിന്നും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ ആഴ്ചയിൽ അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക്കലിയും ഗ്ലോബലിയും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവന്റുകളാൽ നിറഞ്ഞ ഒരാഴ്ചയായതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നവർ 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് ചെയ്യണം. അവസാനമായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള ആക്ഷൻസ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ വരാൻ പോകുന്ന ആഴ്ചയിലും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു, ചെറിയ എമൗണ്ടിനാണെങ്കിൽ കൂടിയിട്ടും തുടർച്ചയായി 4 ട്രേഡിംഗ് സെക്ഷന് കൊണ്ട് 3289 കോടി രൂപയ്ക്ക് ബൈയിങ് നടത്തിയുള്ളെങ്കിൽ കൂടിയിട്ടും തുടർച്ചയായി 12 ആഴ്ചത്തെ സെല്ലിങ്ങിന് ശേഷം ബയേഴ്സ് ആയിട്ട് മാറിയപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുവാൻ ഒത്തിരി സഹായിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ ബൈയിങ് തുടരുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനും ഗുണകരമായിട്ട് മാറും. അതല്ല നേരെ വിപരീതമാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ മോശമായിട്ടും ബാധിക്കും. സോ അവരുടെ ഒരു ആക്ഷൻസ് കീനായിട്ട് തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തിയായ ചെറുത്തുനിൽപ്പ് നടത്തുവാൻ സാധിക്കുകയുണ്ടായി. നിലവിൽ ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ കൂടിയിട്ടും കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും പുതിയ റെക്കോർഡ് ലോയൊന്നും ക്രിയേറ്റ് ചെയ്യുകയുണ്ടായില്ല. മാത്രമല്ല വെള്ളിയാഴ്ച ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ 10 പൈസയുടെ നേട്ടം കൈവരിക്കുവാനുമായി. അതുകൂടാതെ ക്രൂഡ് ഓയിലിന്റെ വില തുടർച്ചയായി 2ാമത്തെ ആഴ്ചയിലും ഇടിയുകയുണ്ടായി. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷവും US-ൽ നിന്നും ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ച പുതിയ താരിഫ് നടപടികളെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിൽ അതിശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. ബ്രെന്റ് ക്രൂഡിൽ 4.5%-ലും അതേസമയം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 5.5%-അടുത്തും. സോ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഇടിവ് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ അത് മാർക്കറ്റിന് ഗുണകരമാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കുക. പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. IDIB ബാങ്ക് Q2 റിസൾട്ട് ഒക്ടോബർ 18, 2025 റിലീസ് ചെയ്യും. ടാറ്റ പവർ Q2 റിസൾട്ട് നവംബർ 11, 2025 കമ്പനി റിലീസ് ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. സബ്ബെക്സ് പ്രധാനപ്പെട്ട ഡച്ച് ടെലികോം കമ്പനിയിൽ നിന്നും കമ്പനിക്ക് 54.95 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിക്കുകയുണ്ടായി. റിലയൻസ് ഇൻഡസ്ട്രീസ് ഒക്ടോബർ 17, 2025 വരുന്ന വെള്ളിയാഴ്ച കമ്പനിയുടെ Q2 റിസൾട്ടുകൾ പ്രഖ്യാപിക്കും. TCS 11 രൂപ പെർ ഷെയർ എന്ന നിലയിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. വരുന്ന ബുധനാഴ്ച ഒക്ടോബർ 15, 2025 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ലിമിറ്റഡ് Q2 ബിസിനസ് അപ്ഡേറ്റിൽ 40% ഉയർച്ചയാണ് സ്റ്റാൻഡ് അലോൺ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. തൽഫലമായി 160.7 കോടി രൂപയിൽ നിന്നും 225.26 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അതേസമയം കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ ഇരട്ടി വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 8.42 കോടി രൂപയിൽ നിന്നും 17.68 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. KPI ഗ്രീൻ എനർജി ഗുജറാത്ത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് പവർ ട്രേഡിങ്ങിനുള്ള ലൈസൻസ് നൽകുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.